Hi guys, this is me Rohan, and this is my day 3 of being a consistent developer. And this series is to make myself rediscover my passion towards coding of mobile applications and increase my speed and knowledge guys, in this this is too. day അതാണ് 2 എൻ്റെ of മെയിൻ ഒബ്ജക്റ്റീവ്. myself സ്പീഡ് അപ്പ് ആകണം being consistent. ആൻഡ് അപ്പം ഡേ എല്ലാ 2 ഞാൻ കോൺസെപ്റ്റും ആദ്യം പഠിക്കണം. ചെയ്തു തുടങ്ങിയെന്ന് അപ്പോൾ ആദ്യം വെച്ചാൽ ഞാൻ തുടങ്ങി യു UI ഐ ഡിസൈൻസ് ഉണ്ടാക്കാൻ വെച്ചാണ്. വിചാരിച്ചു. UI ജസ്റ്റ് ഡിസൈൻസ് പ്രാക്ടീസ് ഇസ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ്. എനിക്കൊരു ബിക്കോസ് യു ഐ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഇൻ മൊബൈൽ ഡെവലപ്മെൻറ്റ്. അതുകൊണ്ട് ഞാൻ UI നമ്മളത് ഇച്ചിരി ശരിക്കും ഫോക്കസ് ചെയ്യാറുണ്ട്. ചാൻസ് ഉണ്ട്. അത് ഞാൻ ഞാൻ ആദ്യം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ട്രിപ്പിൾ വെബ്സൈറ്റിൽ യു ഐ ഡിസൈൻ എന്താ പറയുക, നമ്മുടെ ഒപ്റ്റിമൈസേഷൻ നമ്മളങ്ങോട്ട് ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ പ്രോഗ്രാം എത്ര മില്ലി സെക്കൻഡ് എടുക്കും, അതൊക്കെയാണ് ഇത് ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇതായിരുന്നു ഞാൻ ചെയ്ത ഒരു DSA ക്വസ്റ്റ്യൻ, പാസ്കൽസ് ട്രയാങ്കിൾ. ആൻഡ് ഇത് ചെയ്യുന്ന വഴി ഞാൻ ഒരു ഡിസ്കവറി ചെയ്തെന്ന് വെക്കാം. എന്ന് വെച്ചാൽ ഞാൻ ഇത് ലീഡ് കോഡിലാണ് ചെയ്തത്. അതിൻ്റെ അകത്ത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിന് 37 MS എന്നാണ് അവർ കാണിച്ച റെസ്പോൺസ് ടൈം. അപ്പം മെജോറിറ്റി 0 MS ആണ് ചെയ്തത്. അപ്പോൾ എനിക്ക് മനസ്സിലായത് ഞാൻ ചെയ്തപ്പോഴത്തേക്കിന് 37 വരുന്നത്, ബാക്കിയുള്ള 0. അപ്പോൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ ശ്രമിച്ചു. അത് ഫോർ ലൂപ്പിൻ്റെ അകത്ത് ഫോർ ലൂപ്പ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണെന്ന് വിചാരിച്ച് ഞാൻ പിന്നെയും അത് ചെയ്യാൻ ഫോക്കസ് ചെയ്ത് നോക്കി. പക്ഷേ അത് മാറ്റാൻ നോക്കിയിട്ട് മാറുന്നില്ലായിരുന്നു. അപ്പോൾ ഞാൻ ChatGPT ചോദിച്ചു, ഇത് ഇനി എന്താ ചെയ്യാൻ പറ്റും, ഇതെങ്ങനെ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ChatGPT പറഞ്ഞു ഇതാണ് ഇതിൻ്റെ ഒപ്റ്റിമൽ ആൻസർ എന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു ഇത് 0 MS അല്ല 37 MS ആണ്, അപ്പോൾ അതെങ്ങനെ ഒപ്റ്റിമൽ ആൻസർ ആണ്. അപ്പോഴാണ് അത് പറഞ്ഞത് അത് വേറെ ലാംഗ്വേജിലാണ് ചെയ്തത്. ഡാർട്ടിൻ്റെ അകത്ത് വിർച്വൽ മെഷീൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ അകത്ത് ലാഗിങ് ആയിരിക്കും. അപ്പോൾ 37 MS കാണിക്കും. പക്ഷേ അതേ പ്രോഗ്രാം ചെയ്യുവാണെങ്കിൽ അത് 0 ആയിരിക്കും. ഞാൻ ചെയ്ത് നോക്കി, അത് 0 തന്നെ വന്നു. സെയിം പ്രോഗ്രാം, ഒരു മാറ്റം വരുത്തിയില്ല. കോൺസെപ്റ്റെല്ലാം സെയിം ആയിരുന്നു. അപ്പോൾ ഈ ഡിസ്കവറി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ഇന്നത്തെ ദിവസം തീർന്നു ഗൈസ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും